പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇസ്രായേലിനെ നോക്കി പഠിക്കുവാൻ കർത്താവ് പറഞ്ഞത്, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ, അത്തിമരത്തെ നോക്കി പഠിക്കുവിൻ, മറ്റു മരങ്ങളെ നോക്കി പഠിക്കുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. പ്രിയ സഹോദരരെ, ഇങ്ങനെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നയിച്ച് അവസാനം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് 4000 വർഷത്തിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴേക്കും ഇസ്രായേൽ ജനം നാശത്തിൻ്റെ വക്കിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ യഥാർത്ഥ പ്രശ്നം നമ്മൾ കാണുന്നത്, സോളമൻ രാജാവ് തൻ്റെ ദേവാലയം വളരെ മനോഹരമായിട്ട് പണിതു. ലോക പ്രശസ്തമായ ജെറുസലേം ദേവാലയത്തിൽ നടന്ന ആരാധനകൾ വിശ്വപ്രസിദ്ധവും ലോകപ്രശസ്തവും അത്ര മനോഹരവും മഹത്വം ആർജിച്ച ആ പഴയ വിശുദ്ധ ബലികളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ നെറുകയിൽ ഒരു മകുടം പോലെ നിൽക്കുന്ന കാലഘട്ടം വന്നപ്പോഴേക്കും ഇസ്രായേൽ ജനത്തിലെ അധിപനായിരുന്ന സോളമൻ രാജാവ് പ്രാർത്ഥനയൊക്കെ നടത്തിയെങ്കിലും തൻ്റെ വിജാതീയ സ്ത്രീകളുമായി അവരുടെ കൂട്ടത്തിൽ പോയി അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പോയി. അങ്ങനെ കർത്താവ് സോളമനോട് പിണങ്ങുകയും നിന്റെ രാജ്യം നിന്നിൽ നിന്നെടുത്ത് ഞാൻ വിജാതിന് കൊടുക്കുമെന്ന് കോപത്തോടെ പറയുകയും ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഏകദേശം യേശു ക്രിസ്തുവിൻ്റെ വന്നതിന് ശേഷം AD 80 ജെറുസലേം ദേവാലയം അട്ടിച്ച് തകർക്കപ്പെട്ട് ഇസ്രായേൽ ജനം 4 ദിക്കുകളിലേക്കും ഓടി രക്ഷപ്പെട്ട് 2000 വർഷങ്ങളോളം ഇസ്രായേൽ ജനം വിവിധ രാഷ്ട്രങ്ങളിൽ അഭയം തേടി ചിന്നിച്ചിതറിപ്പോയി. അങ്ങനെ AD 48 1948 AD കർത്താവ് ഉയർത്തെഴുന്ന യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടം ആയി നിൽക്കുന്ന ഏകദേശം 1948 ഇസ്രായേൽ വീണ്ടും രൂപം പ്രാപിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയെല്ലാം പരാജയം സംഭവിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആദവും ഹവ്വയും ചെയ്ത ആ പഴം തീറ്റ, അത് അന്ന് തുടങ്ങിയ ഉൽപ്പത്തിയിൽ തുടങ്ങിയ ആ സംഭവം അതിൻ്റെ വിവിധ രൂപം പ്രാപിച്ച് വിവിധ രീതിയിൽ സ്വർഗഭോഗങ്ങൾ, മൃഗഭോഗങ്ങൾ, അതുപോലെ തന്നെ വ്യഭിചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ഇതെല്ലാം സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് വന്ന് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുമ്പ് സ്നാപയോഹന്നാൻ ഭൂമിയിൽ വരുമ്പോൾ സ്നാപയോഹന്നാനിലൂടെ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം, യേശു ക്രിസ്തു എന്ന സത്യദൈവം ജനിക്കുന്നതിന് മുമ്പ് യോഹന്നാനിലൂടെ കർത്താവ് സ്വർഗീയ പിതാവ് സംസാരിച്ചത് എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ കാലഘട്ടം വരെയും മനുഷ്യൻ തിന്നുകൊണ്ടിരുന്നപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും നിഗൂഢമായിട്ട് ഉപയോഗിച്ചിരുന്ന പഴത്തിൻ്റെയും വ്യാപ്തി, അതിൻ്റെ ദൂഷിത വലയത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് ജനം പഠിക്കുന്നത്, ജനം മനസ്സിലാക്കുന്നത്, കേട്ടുനിന്ന് ജനം. അത് മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം 3-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനമാണ്. അന്ന് സ്നാപയോഹന്നാൻ ജനിച്ച് മരുഭൂമിയിൽ ജീവിച്ചതിന് ശേഷം സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് സാവധാനം കയറി വന്ന് യഹൂദ ജനവാസ മേഖലകളിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ അനേകം ഫരിസേരും സദുക്കാരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. സ്നാപയോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് സ്നാനമേൽക്കുവിൻ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വന്ന് സ്നാനമേൽക്കുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സ്നാപകനെ പറഞ്ഞപ്പോൾ സ്നാപയോഹന്നാൻ പറഞ്ഞ ഒരു വചനമാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ പ്രസക്തി എടുത്തു വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പഠിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അവിടുന്ന് സ്നാപകൻ പറഞ്ഞു, അണ്ണല്ലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, കേട്ടുന്ന സദുക്കാർക്കും
ആളുകൾക്കും ഒക്കെ എന്താണ് മനസ്സിലായത്? ഇതോ അണലി സന്തതികളെ എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അണലി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ നിഗൂഢതകൾ. നമുക്കറിയാം, ഒരു കിങ് കോബ്ര അതായത് രാജവെമ്പാല കടിച്ചാൽ 8 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ആ വ്യക്തി മരിക്കും. ഒരു മൂർഖനാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ മരിക്കും. അതിൻ്റെ നാഡീ ഞരമ്പുകളിലേക്കൊക്കെ അത് കയറി വന്ന് തലച്ചോറ് വരുമ്പോഴത്തേനും 1 മണിക്കൂർ എടുക്കും. ഈ 1 മണിക്കൂർ കൊണ്ടാണ് ഈ മൂർഖൻ കടിച്ചാൽ മരിക്കുന്നത്. എന്നാൽ അണലി കടിച്ചാൽ മരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? അണലിപ്പാമ്പ് കടിച്ചാൽ ഒരിക്കലും പെട്ടെന്ന് ആൾ മരിക്കുകയില്ല. അതിൻ്റെ വിഷം നാഡികളെയും ഞരമ്പുകളെയും ഒക്കെ ബാധിച്ച് അതിൻ്റെ കുറേ വിഷം അത് കടിച്ച ഭാഗത്ത് പഴുത്ത് ഒലിച്ച് അതിന് രക്തവും വെള്ളവുമായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങി അത് കുറേയേറെ പോയി ആള് ജീവിച്ചിരിക്കും. പക്ഷേ ഒരുപാട് തിക്ത ഫലങ്ങൾ അതിൻ്റെ പേരിൽ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ അണലിപ്പാമ്പ് കടിച്ചിട്ട് ഓരോ വർഷവും കടിച്ച പ്രദേശം പഴുത്തു പൊട്ടുമായിരുന്നു. അതാത് കാലഘട്ടം വരുമ്പോൾ വീണ്ടും പഴുത്തു പൊട്ടും. അതൊരു 2 ആഴ്ച കൊണ്ട് മുറിവുണങ്ങും, കരിയും. പക്ഷേ വീണ്ടും അത് സുഖമാവും. വീണ്ടും ഒരു 2-3-4 വർഷം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്? അണലി ദംശിച്ചാൽ, അണലിപ്പാമ്പ് കടിച്ചാൽ ആൾ മരിക്കില്ല. പക്ഷേ കഷ്ടനഷ്ടങ്ങൾ, അതിൻ്റെ ദുരിതങ്ങൾ, അതിൻ്റെ വേദനകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ അസ്വസ്ഥതകൾ, അവൻ്റെ ജീവനും ജീവിതവും എല്ലാം കുറേശ്ശെ അല്പാൽപമായി നഷ്ടപ്പെട്ട് ദ്രവിച്ച് അങ്ങനെ അവൻ്റെ ആയുഷ്കാലം ഒടുങ്ങിപ്പോകും. അത് അങ്ങനെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അണലിപ്പാമ്പ് കടിച്ചാൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവിൻ. അതാണ് വെളിപാട് ഗ്രന്ഥം വന്നപ്പോൾ, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, എന്തെന്നാൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. അപ്പോൾ കർത്താവ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ സ്നാപയോന്നാൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് അണലി സന്തതികളെ എന്ന് നോക്കി അന്നത്തെ സദുക്കായരെയും ഇസ്രായേൽ ജനത്തെയും അന്നത്തെ മറ്റ് ജനങ്ങളെയും വിളിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു, ആ അണലി എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കൂടുതൽ ഭാഗം നമുക്ക് മനസ്സിലാകുന്നത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളിങ്ങോട്ട് പറയണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിൻ്റെ കുറച്ച് ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ അണലിപ്പാമ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ര വിശദമായിട്ട് മറ്റൊരിടത്തും പറയുന്നില്ല. എന്താണ് ഈ അണലി എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 29-ാം തിരുവചനത്തിൽ ഫിലിസ്തീർക്കെതിരെ എന്ന വചനം, നിങ്ങൾ ആ വചനം എടുത്ത് വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. ആഹാസ് രാജാവ് മരിച്ച ശേഷമുണ്ടായ അരുളപ്പാട്, ഫിലിസ്തീനെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും, അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുക? സർപ്പത്തിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും, അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. സർപ്പത്തിൻ്റെ വേര് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന പുരാതന സർപ്പം എന്നാണ്. ആ പുരാതന സർപ്പം ആദ്യമായിട്ട് മനുഷ്യനെ വഞ്ചിച്ചതും ചതിച്ചതും എവിടെ വെച്ചായിരുന്നു? അത് പറുദീസയിൽ വെച്ച്, അഥവാ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയോട് പഴം ഭക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ വെച്ചായിരുന്നു ഭക്ഷിച്ചത്. അപ്പോൾ ആ സർപ്പം അതിൻ്റെ അടിസ്ഥാന വേര്, ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാന വേര് കിടക്കുന്നത് ആ തുടക്കത്തിലാണ്, ആ പറുദീസയിലാണ്, അഥവാ ആദ്യം മാതാപിതാക്കളുടെ അടുത്താണ്. അവിടെ കിടക്കുന്ന ആ സർപ്പത്തിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ ആ കുറ്റി, മരങ്ങൾ പലതും മുറിക്കപ്പെടും, പക്ഷേ കുറ്റികളിൽ നിന്ന് അതിൻ്റെ ശാഖ കിളിർത്തു വരുന്നത് പോലെ ഈ അടിസ്ഥാന സർപ്പം, അടിസ്ഥാന പിശാച് ഒരിക്കലും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്നില്ല. അത് അന്ത്യവിധിയിലാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് അവൻ്റെ ദംശനങ്ങൾ, അവൻ്റെ കടിക്കലുകൾ, അവൻ്റെ വിഷങ്ങൾ അനേകം ജനതകളെ വഴിതെറ്റിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സർപ്പത്തിൻ്റെ വേരിൽ നിന്നൊരു അണലി പുറത്തു വരും. അപ്പോൾ ആ സർപ്പം കടിച്ചിട്ട് നമുക്കറിയാം നിങ്ങൾ മരിക്കുന്നത് കർത്താവ് പറഞ്ഞെങ്കിലും അവരപ്പോഴൊന്നും മരിച്ചില്ല. പക്ഷെ അതിൻ്റെ തിക്തഫലങ്ങൾ ഭയാനകമായിരുന്നു. നിന്റെ ഗർഭാശയ വർദ്ധിപ്പിക്കും, വേദനയോടെ പ്രസവിക്കും, മുള്ളിഞ്ഞിരിച്ചിരി, നമ്മളതൊക്കെ കണ്ടുകിട്ടുന്നതാണ്. അപ്പോൾ ആ സർപ്പത്തിൻ്റെ പേര് പറയുന്നത് യഥാർത്ഥത്തിൽ ആദിപിതാക്കളുടെ അടുത്ത് ചെന്ന പുരാതന സർപ്പമായ സർപ്പമാണ്. ആ വേരിൽ നിന്നാണ്
പിന്നീട് സർപ്പത്തിൻ്റെ സ്റ്റെപ്പ് ആയിട്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അതിൻ്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും, അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. നമുക്ക് ഇന്നത്തെ രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. ഇത് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എന്ന് പറയുമ്പോൾ BC 1500 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എഴുതിയതാണ്. പക്ഷേ ആ വചനം നമ്മൾ ഇന്നാണ് വ്യാഖ്യാനിക്കുക, ഇന്നാണ് കേൾക്കുന്നതെങ്കിൽ ഇന്നത്തെ അർത്ഥത്തിൽ അതിനെ ഈ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഭയാനകത, അതിൻ്റെ ഭീകരത, അതിൻ്റെ പൈശാചികത, അതിൻ്റെ സംഭവം എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഈ അണലി എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തിലൂടെ അല്ലാതെ ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വിവാഹത്തിൽ കൂടെ മാത്രമേ ഇത് പാടുള്ളൂ. വിവാഹത്തിന് പുറത്തുള്ള ഈ എല്ലാവിധ ലൈംഗിക ചേഷ്ടകളും ലൈംഗിക മ്ലേച്ഛതകളും ലൈംഗിക അശുദ്ധികളും നിയമലംഘനവും കർത്താവിൻ്റെ ഭാഷയിൽ അണലിപ്പാമ്പിനോടാണ് ചേർത്ത് വയ്ക്കുന്നത്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അണലിപ്പാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടിച്ചാൽ അപ്പം മരിക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് മാസ് മൊബൈലിൽ കണ്ടു, അല്ലെങ്കിൽ നമ്മളൊരു ബ്ലൂ ഫിലിം കണ്ടു, അല്ലെങ്കിൽ ഒരു അശുദ്ധ സംഭാഷണം കണ്ടു, പക്ഷേ നമ്മൾ പെട്ടെന്ന് മരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആത്മാവ് മരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സും ആത്മാവും അശുദ്ധമാവുന്നു, പക്ഷേ നമ്മുടെ ശരീരം മരിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. എന്താണ് ഈ പറക്കുന്ന സർപ്പം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അശുദ്ധ മ്ലേച്ഛതകളെ ഈ ബഹിരാകാശത്തിൽ ഉപഗ്രഹത്തിലേക്ക് വിട്ടിട്ട് അത് ഇവിടുന്ന് വിടുന്ന തന്നെ ഈ അശുദ്ധ സംഭവങ്ങളെ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ 1 സെക്കൻഡിലാണ് അത് അങ്ങോട്ട് പോകുന്നത്, പറന്നാണ് പോകുന്നത്. അത് തിരിച്ചിങ്ങോട്ട് വരുന്നതും പറന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഈ സർപ്പത്തിന് ഏത് ലോകത്തിൻ്റെ ഭാഗത്തേക്കും പറന്നു പോകാൻ സാധിക്കും. ഒറ്റ സെക്കൻഡ് മതി. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സംഭവം 1 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ടോ ഇത് അപ്ലോഡാകുന്നു. അത് തിരിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒറ്റ സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് വീണ്ടും നമ്മുടെ അടുത്തേക്ക് പറന്നു വരുന്നു. ഇതാണ് ദൈവം ഇന്നത്തെ ഭാഷയിൽ അർത്ഥമാക്കുന്നത്. അന്നത്തെ ഭാഷയിലെ ആ സംഭവങ്ങളെക്കാളേറെ അതിൻ്റെ മൂല്യവും വിലയും ഇരിക്കുന്നത് ഇപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അണലി സന്തതികളെ. അന്ന് വ്യഭിചാരത്തെ, സ്വർഗഭോഗത്തെ, പുരുഷ വേശികൾ ഉണ്ടായിരുന്നു എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, മക്കബാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പുരുഷ വേശികൾ, സ്ത്രീ വേശികൾ. അന്നും മൃഗഭോഗത്തെ ഇതിനെതിരെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. മൃഗഭോഗം ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ വ്യഭിചാരങ്ങൾ, അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യയും പുരുഷന്മാരെയും ഉപയോഗിക്കുന്ന അവസ്ഥകൾ, എന്തെല്ലാം മ്ലേച്ഛമായ രീതിയിലൊക്കെ അവർക്ക് ഈ വിഷയത്തെ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു, അതെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അണലിപ്പാമ്പിൻ്റെ സന്താനങ്ങളായി തീർന്ന അന്നത്തെ സദുക്കാർ, അവിടെ നോക്കണം, അനേകം ഫരിസേരും സദുക്കാരും സ്നാഗനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവനോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഊട്ടിയെങ്കിലുവിൻ. അപ്പോൾ സദുക്കാരും ഫരിസേരും എല്ലാം യഹൂദ വംശത്തിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകളെല്ലാം അണലിയുടെ സന്താനങ്ങളായിരുന്നു, പൈശാചികത, അശുദ്ധ മ്ലേച്ഛതയുടെ സന്താനങ്ങളായി പിറന്നവരായിരുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാനിലൂടെ കർത്താവ് അരുളി ചെയ്ത്. പ്രിയപ്പെട്ടെ, അതിൻ്റെ അന്നത്തെ ഒരു ഭാഷയിൽ എഴുതപ്പെട്ട വചനമാണ് നമ്മൾ ഇന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഏതാണ്? സർപ്പത്തിൻ്റെ പേരിൽ നിന്നൊരു അണലി പുറത്തു വരും, അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ഇന്ന് ഇത്തരം മ്ലേച്ഛതകൾ വഴി പറന്ന് നടക്കുകയാണ് ആകാശം. അത് നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചാൽ മനസ്സിലാക്കുള്ളൂ. ഈ ബഹിരാകാശത്തുള്ള ഉപഗ്രഹത്തിൽ നിന്നും ഇതിൻ്റെ സർപ്പം അണലി സർപ്പങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ കൂടെ പറന്ന് എങ്ങോട്ടൊക്കെയാണോ ആരൊക്കെയാണോ ഇതിനെ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ മൊബൈൽ സംവിധാനങ്ങൾ, അതിൻ്റെ മറ്റ് കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പറന്ന് ഇങ്ങോട്ട് വരുന്നു, അതിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ പറന്ന് അങ്ങോട്ട് പോകുന്നു. അത് അണലി. ഇത് കാണുന്ന നമ്മൾ ആരുടെ സന്താനങ്ങളാണെന്നാണ് കർത്താവ് പറഞ്ഞെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അണലി സന്തതികളെ എന്ന് യോഹന്നാനിൽ കൂടെ കർത്താവ് അന്നത്തെ യഹൂദ വംശത്തെയോ സദുക്കായരോട് സംസാരിച്ചപ്പോൾ അതേ വചനം വെച്ച് ഇന്ന് കത്തോലിക്ക സഭയെ നോക്കി നമ്മൾ വിളിച്ചാൽ അണലി കത്തോലിക്ക സഭയെ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും. അണലി സഭകളെ എന്ന് വിളിക്കേണ്ടി വരും. അണലി മക്കളെ, അണലി മെത്രാന്മാരെ, അണലി ക്രിസ്ത്യാനികളെ, അണലി പുരോഹിതരെ, അണലി സന്തതികളെ, അണലി അച്ഛന്മാരെ എന്ന് കർത്താവ് ഇന്നത്തെ ഭാഷയിലാണ് വിളിക്കേണ്ടി വരും.
നമ്മളെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? ഏത് പഴമാണ് തിന്നുന്നത് സൂക്ഷിച്ചോ. കർത്താവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഞാൻ കത്തോലിക്ക സഭയോട് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അണലി സഭകളെ എന്ന് കർത്താവ് വിളിക്കാൻ ഇന്ന് കർത്താവ് ആരെങ്കിലും കൂടെയെങ്കിലും കർത്താവ് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സർവശക്തനായ ദൈവം വീണ്ടും നമ്മുടെ സഭയെ നോക്കി പറയാണ്, അണലി സന്തതികളെ, ക്രിസ്തുവിൻ്റെ സന്തതികളല്ല നമ്മളിന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് പറക്കുന്ന സർപ്പത്തിൻ്റെ ഫലമായിരിക്കും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. പറക്കുന്ന സർപ്പത്തിൻ്റെ ഫലം എവിടെയാണ് വരുന്നത്? അതിന് നമ്മൾ അതുകൂടി വളരെ വ്യക്തമായ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെ നമ്മളത് പഠിക്കണം. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ പഠിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം അത് നമ്മൾ ആ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ഭയാനകത, അതിൻ്റെ ഉപഭോഗ സംഭവം ഇപ്പോൾ എവിടെ നിൽക്കും നമ്മൾ അറിയണം. അത് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ എങ്ങനെയാണ് ഈ അണലി പ്രവർത്തനം ഇപ്പം നടക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധ ആത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് പാനം ചെയ്തു. ആ അണലിപ്പാമ്പിൻ്റെ അണലിയുടെ സംഭവങ്ങൾ എങ്ങനെയാണ് ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ത്രിത്വം പറ്റിയ അണലിപ്പാമ്പിൻ്റെ മക്കൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് കർത്താവ് പറയാണ്. അശുദ്ധ സകല പക്ഷിയുടെ താവളമായത് മാത്രമല്ല കർത്താവ് പറയുന്നത് എന്താണ്? ഭോഗാസക്തിയുടെ മാദകമായി വീഞ്ഞ് പാനം ചെയ്തു. ഭോഗാസക്തി എന്ന് പറയുന്ന ലൈംഗിക അധിനിവേശം, ലൈംഗിക തൃഷ്ണ, ലൈംഗിക തീഷ്ണത, ലൈംഗിക ജ്വലനം, ലൈംഗിക ആവേശം തിങ്ങി മനുഷ്യ ശരീരം, ആത്മാവിൽ ലൈംഗിക ആവേശം മുറ്റി നീക്കുന്ന അവസ്ഥ, അതാണ് ഭോഗ ആസക്തി എന്ന് കർത്താവ് പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് വചനം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇതിങ്ങനെ പഠിച്ചാലേ എൻ്റെ ആത്മാവിനെ ഈ അണലിപ്പാമ്പിൻ്റെ പിടുത്തത്തിൽ നിന്നും, അവൻ്റെ നീരാളി പിടുത്തത്തിൽ നിന്നും വലിച്ചു പറിച്ചെടുത്ത് ദൈവാത്മാവിന് തീർന്നു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ്, അപ്പോൾ ഭോഗിക്കുവാനുള്ള തൃഷ്ണയുടെ മതിലക്ഷണം കാണിക്കുന്ന വീഞ്ഞ്, ആ വീഞ്ഞായിട്ട് ലഹരി പിടിക്കുന്ന വീഞ്ഞ് പോലെ ഇന്ന് ഭോഗിക്കുവാനുള്ള ആസക്തി ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ മാധവ വീഞ്ഞ് പാനം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കർത്താവ് ഈ അണലിപ്പാമ്പിൻ്റെ പ്രവൃത്തികളെ കണ്ട്, ഇതിൻ്റെ അശുദ്ധമായ സംഭവങ്ങളെ കണ്ട് നമ്മൾ വീഞ്ഞ് കുടിച്ച് നമ്മൾ ഉന്മത്തരായ പോലെ മാതക വീഞ്ഞിൻ്റെ അടിമത്വത്തിലേക്ക് ആധുനിക ലോകം ചവിട്ടി താഴ്ത്തപ്പെട്ടപ്പോൾ ഈ പിശാച് ഭൂമിയെ മൊത്തമായിട്ടിങ്ങനെ പിടിച്ച് ഇങ്ങനെ സാത്താനാകുന്ന ആ പുരാതന സർപ്പം, ഈ അണലിപ്പാമ്പ് ഭൂമിയെ വട്ടം ചുറ്റി പിടിച്ചു കഴിഞ്ഞു, സഭയെ വട്ടം ചുറ്റി പിടിച്ചു കഴിഞ്ഞു, മനുഷ്യ വ്യക്തികളെ പിടിച്ചു കഴിഞ്ഞു, കുടുംബത്തെ പിടിച്ചു കഴിഞ്ഞു. അവൻ്റെ പൈശാചിക പിടുത്തത്തിൽ നിന്നും ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത വിധം മനുഷ്യ സമൂഹം, സഭ, ലോകം മുഴുവനും പിടിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്ന് നമ്മൾ ഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് ചെറിയ കാര്യമല്ല. നിന്റെ ആത്മാവിനെ സർവശക്തനായ ദൈവം നിനക്ക് തന്ന ആ പരിശുദ്ധയുടെ ജീവന്റെ ആത്മാവിനെ നിനക്ക് തന്നത് നീ വീണ്ടും തിരിച്ച് സ്വർഗീയ മഹത്വത്തിലേക്ക് പുതിയ ജന്മമെടുത്ത് പുതിയ ജീവനെടുത്ത് നിത്യജീവന്റെ പദ്ധതിയിൽ എത്തിപ്പെടുവാനാണ് തന്നതെങ്കിൽ ഈ പിശാചിനെ വിട്ടുവെച്ചു പോകുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ഇപ്പോൾ ചിന്തിക്കണം പ്രിയ സഹോദരരെ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മനുഷ്യൻ നിഗൂഢമായി ഈ അണലിപ്പാമ്പിൻ്റെ പിടുത്തത്തിൽ പെട്ടുപോകുമ്പോൾ അതുകൊണ്ട് തരുന്ന ചില പഴങ്ങളുണ്ട്. ആ പഴങ്ങളെ ആസക്തിയോടെ മനുഷ്യൻ ഭക്ഷിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അറിയാതെ തന്നെ അവൻ്റെ ആത്മാവ് ഇറങ്ങി നഷ്ടപ്പെട്ടു. നമ്മളിന്ന് ഇറങ്ങിപ്പോകും. നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും അണലിപ്പാമ്പ് നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൂടുകയും ചെയ്താൽ നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയപ്പെടട്ടെ, നമുക്കൊന്നിനോടും ഒരു സ്നേഹമില്ല. എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഒരു പുച്ഛം തോന്നും, എനിക്ക് എൻ്റെ മക്കളോട് കാണുമ്പോൾ ഒരവജ്ഞ തോന്നും, എനിക്ക് നമ്മുടെ കത്തോലിക്ക സഭയെ കാണുമ്പോൾ ഒരു താല്പര്യമില്ലായ്മ, ഒരവഗണന, അച്ഛന്മാരെ കാണാൻ ഒരു താല്പര്യമില്ല, വിശ്വാസം എന്ന് പറയുന്നതിനോട് ഒരു സ്നേഹമില്ല, യേശു എന്ന് പറയുന്നത് ഏതോ ദൈവം എവിടെയെങ്കിലും കിടക്കട്ടെ, എന്നാ സഭ, എന്നാ കുർബാന, ഇതിലൊന്നൊരു കഥയില്ല എന്ന് ഹൃദയത്തിൽ നിന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പുച്ഛവും അവജ്ഞയും
അവഗണനയും മറ്റുള്ളവരോടോ സഭയോടോ വിശുദ്ധിയോടോ ബൈബിളിനോടോ വചനത്തോടോ വൈദികരോടോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എത്ര പാമ്പ്, എത്ര അണലിപ്പാമ്പുണ്ടെന്ന് സൂക്ഷിച്ചോണം പ്രിയപ്പെട്ടവരെ. അത് സൂക്ഷിച്ചോ. നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന ഈ പൈശാചിക അണലികളെ കണ്ടെത്തി വലിച്ചു പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞ് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ ഇതാ വരുന്നു ആണവ ബോംബിന്റെ യുദ്ധം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, ഇസ്രായേലിനെ തകർക്കപ്പെടുവാൻ വേണ്ടി ഈ പൈശാചിക ഈ പാമ്പ്, ഇസ്രായേലിനെതിരെ വരുന്ന ഏതൊരു ശക്തിയും പൈശാചിക പാമ്പുകളാണ്. ആ പാമ്പ് ഇസ്രായേൽ എന്ന ആ വിശുദ്ധ വൃക്ഷത്തെ കടിക്കുവാൻ, അതിനു വേണ്ടിയിട്ടാണ്, ദംശിക്കുവാൻ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അത് മുഴുവനും കർത്താവിൻ്റെ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്ന കാലം അടുത്തു വന്നു കഴിഞ്ഞു. അതിനാണ് യുഗാന്ത്യം എന്ന പേര്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാതിലുകൾ ഇത് അവൻ വാതിൽ കൊണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഇത് തിരിച്ചറിയുന്നത്. ആരാണ് ഇന്ന് കത്തോലിക്ക സഭയക്കാരെ ഏറെ തിരിച്ചറിയുന്നത്? ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ട അവരുടെ പഴയ നിയമ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഹീബ്രു റബ്ബിമാർ, അവിടുത്തെ ഇപ്പോഴത്തെ മതപുരോഹിതന്മാരെടുത്തു വെച്ച് വായിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ് മന്ത്രിസഭയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇതാ വരുന്നുണ്ട്, നമുക്കെതിരെ പൈശാശക്തി വരുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ലോകത്ത് മുഴുവൻ ഇന്ന് മുസ്ലിം സമുദായത്തിന് ധാരാളം മോസ്കുകൾ പ്രാർത്ഥിക്കുവാൻ, അവർക്ക് നിസ്കാരം ചെയ്യുവാൻ, കുമ്പിടുവാൻ അവർക്കുണ്ട്. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ധാരാളമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഈ കയറി ഇരുന്നും പ്രാർത്ഥിക്കും, മുട്ടുമടക്കിയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും ധാരാളം ദേവാലയങ്ങളുണ്ട്. ഹൈന്ദവ മത വിഭാഗത്തിന് അവർക്ക് ധാരാളം അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അതിൻ്റെ സംവിധാനമുണ്ട്. എന്നാൽ ഇന്ന് മുട്ടുമടക്കി ഇരുന്ന് ശിരസ് നമിച്ച്, പാദത്തോളം ഭൂമിയോളം തൻ്റെ ശിരസിനെ നമിച്ച് സ്വർഗീയ പിതാവിനെ ആരാധിക്കുവാൻ ജെറുസലേമിൽ ദേവാലയമില്ല എന്നുള്ളതിൻ്റെ ദുഃഖം അവരുടെ ഹൃദയത്തിൽ ചെറുതല്ല. പക്ഷേ അവരത് വീണ്ടും ദേവാലയത്തെ ആഗ്രഹിക്കുന്നതിന് കാരണം എന്താണെന്ന്, എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഒരു ദേവാലയത്തെ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു നിഗൂഢ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 33-ാം തിരുവചനത്തിൽ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതെന്താണ് അത് സംഭവം? ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. സോളമൻ രാജാവ് 40 വർഷങ്ങൾ കൊണ്ട് ലോകപ്രശസ്തമായ ദൈവ ആരാധനയുടെ ജെറുസലേം ദേവാലയം പണിത് അതിൻ്റെ ശിലാസ്ഥാപനമൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ പൂർത്തിയാക്കി വളരെ മനോഹരമായിട്ട് അതിൻ്റെ ആരാധന നടക്കുകയാണ്. അവിടെ വലിയ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, അന്നത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇസ്രായേൽക്കാർ മുഴുവനും സോളമൻ പണിത ദേവാലയത്തിലേക്ക് വരികയും തൻ്റെ മക്കളെയും കുടുംബത്തെയും ചാർച്ചക്കാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് അവർ വന്ന് 1-2 കാളകളെ ബലിയർപ്പിച്ചുകൊണ്ട് അതിശക്തമായ ആരാധന, അവിടെ കൊട്ടും പാട്ടും ആഘോഷങ്ങളും തിമിർത്ത് നടക്കുമ്പോൾ ആ തിമിർത്ത് നടക്കുന്ന ആനന്ദത്തിൻ്റെ നടുവിൽ നിന്ന് സോളമൻ രാജാവ് വിളിച്ചു പറഞ്ഞു. സോളമൻ്റെ പ്രാർത്ഥന, സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിനു മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതത്തിലേക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറെ ഒരു ദൈവമില്ല. ആദ്യമായി ദൈവത്തെ പ്രകീർത്തിച്ച്, ദൈവത്തെ വാഴ്ത്തി, ദൈവത്തിന് സ്ഥാനം കൊടുത്ത്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ സോളമൻ രാജാവ് തൻ്റെ ദൈവിക മഹത്വത്തെ തൻ്റെ അധരത്തിലൂടെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ജനങ്ങളെല്ലാവരും ഉച്ചത്തിൽ ആമേൻ എന്ന് മറുപടി പറയുന്നു. അങ്ങനെ അതങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ജനം ഒരു ദേവാലയത്തെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കും. ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് മനസ്സിലാക്കണം. അത് ഏത് വചനത്തിലാണ് എഴുതി വെച്ചെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സോളമൻ്റെ പ്രാർത്ഥന 1 രാജാക്കന്മാർ 8:33 വന്നു കഴിയുമ്പോൾ 33 കഴിഞ്ഞ് 8:33 പറഞ്ഞു. ആ വചനമാണ് അവിടെ നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയുടെ അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച്
അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ കൊണ്ടുവരികയും ചെയ്യണമേ. പ്രിയ സഹോദരരെ, ഇത് ശ്രദ്ധാപൂർവം കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് ജെറുസലേം ദേവാലയമില്ല. അന്ന് ജെറുസലേം ദേവാലയത്തിൽ നിന്നുകൊണ്ട് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് മുഴുവൻ വായിച്ചാൽ കുറേ സമയം എടുക്കും. മുഴുവൻ വായിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടുന്ന് കർത്താവേ, അങ്ങയുടെ ദേവാലയത്തെ നോക്കി കിഴക്ക് നിന്ന് നോക്കി അങ്ങയുടെ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ചാലും അവിടുന്ന് ഉത്തരമരണമേ. വടക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ചാലും അവിടുന്ന് ഉത്തരമരണമേ. കിഴക്കും പടിഞ്ഞാറ് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാലും അവിടുന്ന് ഉത്തരമരണമേ. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ജെറുസലേം ദേവാലയത്തിലെ നോക്കി സ്വർഗീയ അപ്പാ യാഹ്വേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാലും കർത്താവെ അവിടുന്ന് ഉത്തരമരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സോളമൻ രാജാവ് പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുത്തുമ്പോൾ അവരേക മനസ്സോടെ പറഞ്ഞു ആമേൻ. അങ്ങനെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന യഹൂദനും, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവനും, ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നവനും, ഇപ്പോൾ റഷ്യയിൽ താമസിക്കുന്നവനും, ചൈനയിൽ താമസിച്ചാലും അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് അവർ തൻ്റെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ നോക്കിയവർ പറയും, സർവശക്തനായ സ്വർഗീയ അപ്പാ യാഹ്വേ യഹോവായേ, ഇതാ ഇസ്രായേലിലെ മുഴുവൻ യഹൂദന്മാരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ചെയ്ത ഈ അണലിയുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾ ആരാധിച്ച അണലിയുടെ മക്കളായി പിറന്നെങ്കിൽ ഈ പിറന്ന അണലിയായ ഞങ്ങളുടെ മക്കളെ കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തെ, ഇസ്രായേൽ വംശത്തെ, ഇസ്രായേൽ രാഷ്ട്രത്തെ, അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങേക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ആ ദേവാലയത്തിനുള്ളിൽ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ഇസ്രായേൽക്കാരൻ്റെയും രക്തധമനികളിൽ തിളയ്ക്കുന്ന വികാരമായിട്ട് മാറി. ആ മാറിയതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഇന്നും ഇസ്രായേൽ ജനത്തിനറിയാം അവിടെ അണലി സന്തതികളുണ്ട്. ഇന്നും ഇസ്രായേലിൽ 25 ലക്ഷം വരുന്ന സുവർഗഭോഗികളുണ്ടെന്ന് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ അവർ യുദ്ധവും കാര്യങ്ങളും തുടങ്ങിയതുകൊണ്ട് അവരുടെ ആഘോഷങ്ങൾ നടക്കുന്നില്ല. പക്ഷേ രഹസ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അണലി സന്തതികളെ എന്ന്. അപ്പോൾ ആ അണലി സന്തതികളുടെ ജനമായ ഇസ്രായേൽ ജനം ഇന്നും കർത്താവിനെ ഉപേക്ഷിച്ച് പാപം ചെയ്ത് സ്വർഗ്ഗഭോഗം ചെയ്ത് വ്യഭിചാരം ചെയ്ത് ബ്ലൂ ഫിലിം കണ്ട് ചീത്തപ്പടം കണ്ട് അതിന് സംഭാഷണം കേട്ട് അണലിയുടെ കടിയേറ്റ് മരിക്കാതെ മരിച്ച് തൻ്റെ ആത്മാവും ശരീരവും പൊട്ടിയൊഴുകുന്ന വ്രണങ്ങളായിട്ട് മാറി ലോകത്ത് മുഴുവനും ഇസ്രായേൽ ജനം നശിച്ച് ശൂന്യമായി തീർന്ന് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ ഇസ്രായേൽ ജനത്തിനും മനസ്സിലായി ഇവിടെയും അണലിപ്പാമ്പിൻ്റെ പിന്നാമ്പുറങ്ങളിലാണുള്ളത്, അണലിപ്പാമ്പിൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പുതിയ ജെറുസലേം ദേവാലയം വീണ്ടും പണിയുവാൻ ആരംഭിക്കുന്ന 2027 ആഗോള യുദ്ധത്തിൻ്റെ യുഗാന്ത്യ ലക്ഷണം പ്രിയപ്പെട്ടവരെ നമ്മൾ കാണും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് ഇസ്രായേലിനെതിരെ ലോകത്തിലെ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി തലപൊക്കി വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ നിഗൂഢമായ ചില കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അണലിപ്പാമ്പ് ഇന്ന് കത്തോലിക്ക സഭയിൽ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ മൊബൈൽ ഫോണിലും എൻ്റെ കണ്ണിലും എൻ്റെ ആത്മാവിലുമൊക്കെ അണലിയെ ഞാൻ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അണലിപ്പാമ്പിനെ വലിച്ചിങ്ങെടുക്കണം, പറിച്ചെടുക്കണം. എൻ്റെ ആത്മാവിൽ നിന്ന് വലിച്ചു പറിച്ചു ദൂരെ കളയെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്നും കാതിൽ നിന്നും കേൾക്കുന്ന ഈ മൊബൈൽ ഫോണിൽ കൂടെയും കമ്പ്യൂട്ടർ കൂടെയും നെറ്റിൽ കൂടെയും മറ്റ് മാധ്യമങ്ങളിൽ കൂടെയും, അത് പത്രമാസികയിൽ കൂടി ആയാലും അതിൻ്റെ അച്ചടി പ്രിൻ്റ് മാസികയിൽ കൂടി ആയാലും എതിലെ ആയാലും അണലിപ്പാമ്പുമായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക വിഷയമായിട്ട്, അതായത് വിവാഹത്തിൻ്റെ പ്രവൃത്തിയും ആയിട്ടുള്ളതല്ലാതെ എന്തും ഒരു ഭാര്യയും ഭർത്താവിനും കർത്താവ് കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് അവരുടെ ലൈംഗിക ആസ്വാദനവും ലൈംഗിക ബന്ധവും ലൈംഗിക ചേഷ്ടകളും. അത് സ്ത്രീക്കും പുരുഷനും, അത് ഭാര്യയ്ക്കും ഭർത്താവിനും, 2 പുരുഷന്മാരല്ല 2 സ്ത്രീകളുമല്ല, സ്ത്രീയാകുന്ന ഭാര്യയും പുരുഷനാകുന്ന ഭർത്താവും അവർക്ക് മാത്രം ആസ്വദിക്കാൻ ദൈവം ഈ ലോകത്ത് അനുവദിച്ചു കൊടുത്തതാണ്. അത് സെക്സ് എന്ന ഭാഷയിൽ പെട്ടെന്ന് പറയാം. പക്ഷേ സെക്സ് നല്ല ഭാഷയെ പറ്റി നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സെക്സ് എന്നും എന്താണ് വിവാഹമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൂടി കുറച്ചുകൂടി നിങ്ങൾ ഗ്രഹിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം,
ഈ ദൈവിക പദ്ധതിയെ വിട്ട് മനുഷ്യൻ അശുദ്ധിയുടെ മേഖലയ്ക്ക് പോയപ്പോൾ ആ പുരാതന സർപ്പം, ആ പറക്കുന്ന സർപ്പം ഇന്ന് ലോകം മുഴുവനും പറന്നു നടന്നുകൊണ്ട് മനുഷ്യരാശിയെ മുഴുവനും ഒന്നാകെ ഇപ്പോൾ വിഴുങ്ങി തൊണ്ട വരെ എത്തിയിട്ടുണ്ട്. ഭൂമി മുഴുവനും എൻ്റെ വിഴുങ്ങലിൽ എത്തപ്പെടുകയാണ്. അതിൽ നിന്നും, അതിൻ്റെ വായിൽ നിന്നും, ആ മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചെടുക്കുക, അഥവാ സഭയെ രക്ഷിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഈ ഭൂമി അപ്പാടെ ഈ സാത്താൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് പാതാളത്തിൻ്റെ അഗാധത്തിൽ എത്തപ്പെടും. അവിടുന്ന് പിന്നെ ഈ ഭൂമിക്കോ മനുഷ്യരാശിക്കോ സഭയ്ക്കോ രക്ഷയില്ല. അതിൽ നിന്ന് രക്ഷിക്കുവാൻ പിന്നെ ഒരു ക്രിസ്തു ഭൂമിയിൽ വരികയില്ല. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും, അവിടുന്ന് നിന്റെ യാചന ശ്രമിക്കും. നീ വിളിക്കുമ്പോൾ അവൻ ഉത്തരമരുളും. നീ പശ്ചാത്തപിക്കുന്നത് കണ്ടാൽ കർത്താവ് നമുക്ക് വേണ്ടി കരുണ വർഷിക്കുന്ന ഒരു യേശു ക്രിസ്തു, ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിനകത്ത് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അവർ ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ചങ്ങയുടെ നാമം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ? പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, പശ്ചാത്തലത്തെ ഓർത്ത് ദുഃഖിക്കുക എന്നാണ് അതിനർത്ഥം. മാനസാന്തരപ്പെടുക, മനസ്സിൻ്റെ അന്തരത്തിലേക്ക്. മനസ്സ് ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത് അതിൽ നിന്ന് രൂപാന്തരം ഭാവിച്ച് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുക. അനുതപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി ഇതിനെപ്പറ്റി വേദനിച്ച് കർത്താവിനോട് മാപ്പ് പറഞ്ഞ്, കർത്താവെ ക്ഷമിക്കണമേ, തെറ്റുപോയി കർത്താവെ ക്ഷമിക്കണമേ, ഈശോ തെറ്റ് ക്ഷമിക്കണമേ, ഇങ്ങനെ പറഞ്ഞ് കരയുന്നതിനാണ് അനുതപിക്കുക എന്നാണ്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പശ്ചാത്തലത്തെ ഓർത്ത് അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പശ്ചാത്തപിച്ച് കണ്ണുനീർ. അതായത് ഞാനൊരു സെമിത്തേരിയിലിരുന്ന്, ഒരു 3 കൂട്ടുകാരുടെ കൂടി ഇരുന്ന് സെമിത്തേരിയുടെ ഒരു സൈഡിൽ ആരും കാണാതിരുന്ന് മദ്യം കഴിച്ചാൽ അതിൻ്റെ ഓർത്ത് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ ആ സെമിത്തേരി എന്ന പവിത്രമായ സ്ഥാനത്തിരുന്ന് ഞാൻ മറ്റു വ്യക്തികൾ കൂടി ഇരുന്ന് മദ്യം കഴിച്ചു എന്ന തിന്മ ചെയ്യുമ്പോൾ ആ പശ്ചാത്തലത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കണം. ഈശോയെ, എൻ്റെ മാതാപിതാക്കന്മാരെയോ സഹോദരങ്ങളെയോ ഇടവകയിലെ ജനങ്ങളെയോ മറവ് ചെയ്തിരുന്ന സെമിത്തേരി എന്ന പവിത്രമായ സ്ഥാനത്തിൻ്റെ മൂലയ്ക്കിരുന്ന് സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് ഞാൻ ചീത്ത പടം കണ്ടു, അല്ലെ സംസാരിച്ചു, അല്ലെങ്കിൽ ഞാൻ മദ്യം കഴിച്ചു, ആ സാഹചര്യത്തിൽ ഞാൻ ചെയ്തു പോയല്ലോ, എന്നോട് കരുണയായിരിക്കണമേ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും. അത് നോക്കണം, കർത്താവ് സോളമൻ രാജ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങയുടെ ജനമായ ഇസ്രായേൽ ജനം അങ്ങേക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും. അപ്പം നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എന്നിൽ ഈ അണലി നിൽക്കുന്നു. അണലിപ്പാമ്പൻ്റെ ഹൃദയത്തെ കടിച്ചുകൊണ്ടിരിക്കുന്നു. കുറേശ്ശെ ഞാൻ മരിക്കുകയാണ്, കുറേശ്ശെ ഞാൻ എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറയുമ്പോൾ. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, യേശു ക്രിസ്തുവിൻ്റെ നാമം ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു ക്രിസ്തു എന്ന ഏകനാമം, ആ യേശു ക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, കർത്താവെ, നിന്റെ വചനവും ഞാൻ നിന്റെ സുവിശേഷ ലോകത്തോട് പ്രഘോഷിക്കുന്നു, ഞാൻ നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അപ്പോൾ നീ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യഹോവ, യാഹ്വേ, യാഹ്വേ, പിതാവായ ദൈവമേ, പിതാവേ എന്ന്, അബ്ബാ പിതാവേ എന്നവർ വിളിച്ചത്. അപ്പ എന്നാണ് പിതാവേ എന്ന് ചെയ്തപ്പോൾ ഭവനത്തിൽ വെച്ച് അങ്ങോട്ട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രമിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടെ നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. ഈ പശ്ചാത്താപം നടത്തിയാൽ നിന്റെ പൂർവ്വകാല സ്ഥിതി എന്ത് മോശമായിരുന്നാലും, പ്രിയ സഹോദരങ്ങളെ, നീ മദ്യപാനത്തിന് അടിമപ്പെട്ടവനായിരുന്നാലും, നീ വ്യഭിചാര ദുർഭോഗത്തിന് അടിമപ്പെട്ടവനായിരുന്നാലും, നീ അശുദ്ധിയുടെ മേഖലയിൽ കൂടെ സഞ്ചരിച്ച് ജീവിക്കുന്നവനായാലും, നിന്റെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് പിരിഞ്ഞു മാറിക്കുന്നവനാണേലും, നീ സമൂഹത്തിൽ നീ എത്ര മോശപ്പെട്ടവനായാലും, കർത്താവ് നിന്നെ പുനഃസ്ഥാപിക്കും, നിന്നെ തിരിച്ചു കൊണ്ടുവരും, നിന്നെ വിശുദ്ധിയിലേക്ക് അനയിക്കും, നിന്നെ ഉയർത്തും, നിന്നെ മഹത്വപ്പെടുത്തും. അതാണ് നമ്മൾ അനുഭവസാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ധ്യാനം കൂടി കഴിയുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? കർത്താവിന് സാക്ഷ്യം പറയുന്നവനായി മാറുന്നു. ജാതിയോ മതമോ ഇല്ല, ഹൈന്ദവനോ മുസൽമാനോ ഇല്ല, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ശേഷം നഷ്ടപ്പെട്ടു പോയ ആടനെ പോലെ ആയിരുന്നെങ്കിൽ പോലും അവൻ കർത്താവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അനുദപിച്ച് വിശുദ്ധി പ്രാപിക്കുമ്പോൾ അവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു സ്വർണ്ണ കിരീടമായി മാറും.
അങ്ങനെയാണ് പലരും അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നമ്മൾ കണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു കാലത്ത് ഞാനും എന്ന വ്യക്തി ഇതുപോലെ മദ്യം കഴിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കർത്താവ് അതിന് വിമോചനം തന്നപ്പോൾ ഞാൻ കർത്താവിനെ പ്രഘോഷിക്കുന്ന മനുഷ്യനായിട്ട് മാറി. പ്രിയ സഹോദരങ്ങളെ, അതാണ് കർത്താവിൻ്റെ നാമം പേർന്ന മകനാക്കി എന്നെ മാറ്റി. അതുകൊണ്ടാണ് അതിൻ്റെ മറ്റൊരു ഒരു 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 ശ്രേഷ്ഠമായൊരു വചനത്തെ കൂടെ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്: എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. ജെറുസലേം ദേവാലയത്തിൽ നോക്കി പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിന് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമാണ്. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഇന്നത്തെ കത്തോലിക്ക സഭയ്ക്ക് കർത്താവ് വാഗ്ദാനം തരികയാണ്, നമുക്ക് വാഗ്ദാനം തരികയാണ്. എന്താണ്? എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം, യേശു ക്രിസ്തുവിൻ്റെ നാമം പേർന്ന ഇന്നത്തെ കത്തോലിക്ക സഭ, അല്ലെങ്കിൽ ഞാനടക്കമുള്ള സഭയിലെ ആഗോളസഭ എന്ന് പറയാം. നമ്മൾ എൻ്റെ ജനം ആഗോളസഭ എന്നെ അന്വേഷിക്കുകയും യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും. നമ്മൾ ഇസ്രായേലിനത്തിൻ്റെ കൊമ്പ് നമ്മൾ കണ്ടില്ലേ? അത്തിമരത്തെ നോക്കി പഠിക്കുകയും അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരം, സമ്പത്തിൻ്റെ അഹങ്കാരം, പണത്തിൻ്റെ അഹങ്കാരം, സ്ഥാനമാനങ്ങളുടെ അഹങ്കാരം, 2 നില വാർക്കവിൻ്റെ അഹങ്കാരം, ഇന്നോവക്കാരൻ്റെ അഹങ്കാരം, ചുരിദാറിൻ്റെ അഹങ്കാരം, ബർമയുടെ അഹങ്കാരം, കമ്പ്യൂട്ടറിൻ്റെ അഹങ്കാരം, വിദേശ ജോലിയുടെ അഹങ്കാരം, IELTSൻ്റെ അഹങ്കാരം, എത്രയോ അഹങ്കാരങ്ങളാണ് നമ്മൾ തിങ്ങി നിൽക്കുന്നത്. നമ്മൾ എളിമപ്പെടുത്തണം. അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. അതൊക്കെ എനിക്ക് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം അല്പം സാഹചര്യം തന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ. ഏതാണ് ഈ ദുർമാർഗം? നമ്മൾ പറക്കുന്ന സർപ്പത്തെ കണ്ടു. നമ്മുടെ ടച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ദുർമാർഗത്തിലാണെന്ന് കർത്താവ് പറയുന്നു. ദുർമാർഗത്തിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട്. ഇങ്ങനെ ഇത്രമാത്രം വിശുദ്ധീകരണ പ്രക്രിയ ഭൂമിയിൽ നീ ചെയ്താൽ കർത്താവ് സ്വർഗത്തിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് കർത്താവ് പറയാണ്. ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുകയും ചെയ്യും. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം തിരുവചനം. പ്രിയപ്പെട്ടവർ, നമ്മളത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചതിന് ശേഷം വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകും. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് നമ്മളിത് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തെ നോക്കി നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ സർപ്പസന്തതികളാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് യോഹന്നാനിൽ കൂടെ സംസാരിച്ചത് അണലി സന്തതികളെ എന്ന് വിളിച്ചു. അത് വെളിപാടിന്റെ പുസ്തകത്തിൽ വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? സാത്താനെന്ന് പിശാചെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, എന്നാൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇതാ മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, മഹാമാരി എന്ന് പറഞ്ഞാൽ പേമാരി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയ പേമാരി ചൊരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ മഴ ഒരേ ശക്തിയിൽ ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു മോചനമില്ലാത്ത വിധം ഇതിങ്ങനെ നമുക്ക് മഴയുടെ അസ്വസ്ഥത കാരണം നമുക്കൊരു ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ആയിത്തീരുന്ന ആ മഹാമാരി, അതിനെ നമ്മൾ ഓർത്ത് ദുഃഖിക്കും, വിലപിക്കും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ 7 വർഷത്തെ മഹാമാരി യുദ്ധം ഭൂമിയിലേക്ക് വരുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇസ്രായേലിനെതിരെ ഓരോ ശക്തികൾ, ഓരോ സർപ്പം തലപൊക്കി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ സർപ്പത്തിൻ്റെ തലയെ ഇസ്രായേൽ എന്ന ആ വൻരാഷ്ട്രമല്ല, ഇസ്രായേൽ എന്ന ആ മഹാശക്തി, ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ മക്കളുടെ ആ വൃക്ഷം, അതിൻ്റെ ശക്തി ഉപയോഗിച്ച് ഈ സർപ്പത്തിൻ്റെ തലയെ തകർക്കും കർത്താവ്. പക്ഷേ അത് ഇസ്രായേലത്തെ സംരക്ഷിക്കാൻ ഇസ്രായേൽക്കാർക്കും അതിന് പിതാവ് ദൈവമുണ്ട്, ഇസ്രായേൽ ജനമുണ്ട്, അതിൻ്റെ പട്ടാളവും ശക്തിയും പ്രാർത്ഥനയും വിരോധമുണ്ട്. പക്ഷേ എന്നെ രക്ഷിക്കാൻ എനിക്ക് ആരാണുള്ളത്? എൻ്റെ ഹൃദയത്തിൽ സർപ്പവും സാത്താനും ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാൻ ആരാണുള്ളത്?
എൻ്റെ ഇപ്പോഴത്തെ സംവിധാനം ഉപയോഗിച്ച് ഞാനത് കണ്ടെത്തിക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. ഇപ്പോഴുള്ള ഞാനാകുന്ന സഭയിലെ നിന്നുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എന്തെല്ലാം സംവിധാനമുണ്ടോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടോ? ഇല്ലെങ്കിൽ 10 വർഷം 9 വർഷം 2033 യുഗാന്ത്യം 2034 ഫെബ്രുവരി 15-ാം തീയതി ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒറ്റ സെക്കൻഡിൽ കത്തിത്തീരും. ഒറ്റ സെക്കൻഡിൽ. കാരണം മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന സാധനം നേരെ ബഹിരാകാശത്തേക്ക് പോയി അത് ലംബരീതിയിൽ പോയി താഴേക്ക് മിന്നൽ പോലെ പതിക്കുമ്പോൾ ആണവ യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്ഫോടനത്തിൽ ഭൂമിയിൽ 10,000-30,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് ഭൂമിയിൽ വരും. അതാണ് പാതാളം പ്രിയപ്പെട്ടവരെ. ഇത് ശാസ്ത്രീയമായിട്ട് സത്യമാണ്. അവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടാൽ, ഈ വചനം ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിനെയൊക്കെ വലിച്ചുപേക്ഷിച്ച് ഈ അശുദ്ധിയെ മുഴുവൻ വലിച്ചെറിഞ്ഞ് എൻ്റെ യേശുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ രൂപാന്തരപ്പെട്ടാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കാൻ ആവില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഈ പിശാചിൻ്റെ പിടുത്തം ചെറിയ പിടുത്തമല്ല, അതിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് നമ്മളെ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അതിന് രക്ഷപ്പെടുവാൻ നിനക്ക് സാധിക്കണമെങ്കിൽ, അതിന് രക്ഷപ്പെടാൻ നീ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എൻ്റെ യേശുവേ എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ ജനം എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം കർത്താവിന്. അതുകൊണ്ടാണ് സോളമൻ രാജ പറയുന്നത്, ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ഉപേക്ഷിക്കപ്പെട്ട് നശിച്ചുപോയെങ്കിൽ ഞങ്ങൾ അങ്ങേ നോക്കി ഞങ്ങളുടെ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിച്ചത്. പ്രിയ സഹോദരനെ, നമ്മൾ കഴിക്കുന്ന പഴം, ഏതൊക്കെ പഴങ്ങൾ നമ്മൾ കഴിക്കുന്നത്, കണ്ണിന് ഇന്ദ്രിയമുള്ള ഇഷ്ടമുള്ള പഴങ്ങൾ, കണ്ണിൻ്റെ കൗതുകം, അത് ഒരു കൗതുകം, ഒന്ന് കണ്ടു, ഒരു സിനിമ കണ്ടു, ഒരു സീരിയൽ കണ്ടു, ഒരു ഫിലിം കണ്ടു, അത് കണ്ടു, ഒരു സംഭാഷണം കേട്ടു, ഇങ്ങനെ അടുത്ത് കൗതുകം കൊണ്ട് പോകരുതേ മക്കളെ, പോകരുതേ. അവസാനം ചെന്ന് കണ്ണ് തറഞ്ഞ് താഴെ നിൽക്കുന്നത് ഏറ്റവും ഭീവത്സമായ ഒരു പൈശാചിക ശക്തിയുടെ അടിമത്വത്തിലേക്ക് ആത്മാവിനെ തളച്ചിടുന്ന ആ ബന്ധനത്തിൽ പെട്ടുപോകും. പിന്നെ രക്ഷയില്ല. അത് ഓർക്കണമേ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായിട്ട് ലോകം ഒരുങ്ങുന്ന 1-ാമത്തെ ലക്ഷണം കർത്താവ് പറഞ്ഞ് ഇസ്രായേൽ ജനം ഈ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ വലിയ യുദ്ധം കൊണ്ടുവരും. അപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടും. ആദ്യം തുടക്കം പരാജയപ്പെടും. അങ്ങനെ ഒരുപാട് വേദനകൾ വീണ്ടും അവർ തിന്നും. അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും. അവരുടെ ഗർഭിണികളെ അവർ വീണ്ടും ഉപദ്രവിക്കും. അവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകും. പുരുഷന്മാരെ വാളിനിരയാക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അവരുടെ പുരുഷന്മാരെ വാളിനിരയാക്കും. ഇതൊക്കെ വീണ്ടും ഭയാനകമായ പീഡയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ അവർ പിതാവായ ദൈവമേ എന്ന് വിളിക്കും. ആ വിളി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കഴിയുമ്പോൾ ആ വിളി ജെറുസലേം ദേവാലയത്തിൽ പ്രതിധ്വനിക്കും പ്രിയപ്പെട്ടവരെ. ആ പ്രതിധ്വനി തുടങ്ങുന്നത് ആഗോള യുദ്ധത്തിൻ്റെ തുടക്കമാണ്. 2 ചേരിയായി ലോകം നിന്നുകൊണ്ട് ഭയാനകമായ യുദ്ധം, നമ്മുടെ മനസ്സും ഹൃദയമൊന്നും ചിന്തിക്കാൻ കഴിയാത്ത യുദ്ധം ലോകത്ത് വരും. ഭക്ഷണമില്ലാതെ കിടക്കാൻ സ്ഥലം പോലും ഇല്ലാതെ വരുമ്പോൾ അന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള അണലി ആ പിടുത്തം വിടില്ല. ആ അണലിയുടെ പിടുത്തത്തിനുള്ള രക്ഷയുടെ അവൻ വലിച്ചു താഴ്ത്തും ഭൂമിക്കുള്ളിലേക്ക്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഈ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നടത്തരട്ടെ. ഈ വചനം ശ്രമിക്കുന്ന ഈ സമയത്ത് തന്നെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ആത്മാവിനെ ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നിലുണ്ടോ? ഞാൻ ഏതെങ്കിലും അണലിയുടെ പിടുത്തത്തിലാണോ? ഏതെല്ലാം അണലുകൾ എന്നെ എപ്പോഴെല്ലാം കടിച്ചിട്ടുണ്ട്? ഏതെല്ലാം രീതിയിൽ അണലിയുടെ പിടുത്തത്തിൽ ഞാൻ പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ചോണം. അതുകൊണ്ട് കർത്താവ് സഭയെ നോക്കി പറയരുത് അണലി സഭകളെ എന്ന് പറയാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ. അണലി ദമ്പതികളെ, അണലി സഭാവിഭാഗങ്ങളെ, അണലി കത്തോലിക്ക സഭയെന്ന് പറയാൻ ഇടവരരുത്. അണലി മകളെ എന്ന് വിളിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം. നമ്മൾ സർവശക്തനായ ഈശോ നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിലുള്ള വചനസാവ്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ദേവാലയങ്ങളിൽ ധ്യാനം കൂടുവാൻ ഓടണം. ധ്യാന സെൻ്ററിലേക്ക് ഓടിക്കൊണ്ട് ഈ വചനങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വലിയ പരിശുദ്ധാത്മാഭിഷേക ശക്തി നിറയും. വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ നിറയുമ്പോൾ നിങ്ങളുടെ ഭാരം കുറയുന്ന അവസ്ഥകളുണ്ടാവും. നിങ്ങൾ നല്ലതുപോലെ വിയർത്തിട്ട് നിങ്ങളുടെ ആത്മാവ് ഒന്ന് വിശദീകരിച്ച് പുഴുങ്ങിയെടുത്തതുപോലത്തെ ഒരു അവസ്ഥയുണ്ടാവും. പുതിയൊരു ദർശനം നിങ്ങൾക്ക് കിട്ടും. പഴയതിനെയൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കാലിൻ്റെ പെരുവിരൽ മുതൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആത്മാവിൻ്റെ ചൂട് നമ്മൾ അനുഭവിച്ചറിയും. നമ്മുടെ സന്ധിവേദനകൾ വിട്ടുമാറും.
നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഞങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പെട്ടപ്പെട്ടാന്ന് പെട്ടയ്ക്ക് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഏത് വ്യക്തിയെ, ഏത് സംഭവത്തെ, ഏത് സ്വരത്തെ കേൾക്കുന്നു, അതെന്ത് സ്വരമാണ്, ഏത് വ്യക്തിയാണ്, അത് ആരാണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് വിവേചന ശക്തി തരും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്നെ തീപന്തമാക്കി മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ അഗ്നിഗോളമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് നിന്നിൽ കത്തിച്ചൊലിക്കുമ്പോൾ ഈ ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നീ ഇറങ്ങി പുറപ്പെടും. നിന്റെ ജീവനെ നീ ബലവധിക്കുകയില്ല. എൻ്റെ ജീവൻ പോയാലും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ ലോകത്ത് പ്രഘോഷിക്കും. വരാനിരിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ഈ സുവിശേഷം ലോകത്തിനോട് പ്രഘോഷിക്കുവാൻ നമ്മൾ ഒത്തുചേർന്ന് പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഒപ്പം വരണം പ്രിയപ്പെട്ടവരെ. നമുക്ക് പ്രാർത്ഥന കൂട്ടായ്മകൾ രൂപാന്തരപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. ഇതിലൂടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാൻ പറ്റാത്ത നിഗൂഢ രഹസ്യങ്ങൾ ഇനിയും കത്തോലിക്ക സഭയ്ക്കും എന്നെ സഭയ്ക്കുന്ന വ്യക്തികൾക്ക് തരാനുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒത്തുകൂടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരും ഓർത്തിരിക്കണമേ. ഞാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് ഓൺലൈൻ ധ്യാനത്തിൽ കൂടിയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മൾ ഇരിക്കണം. കാരണം ഏതാനും വർഷങ്ങൾ കൂടിയുള്ളൂ ഈ സാധാരണ ജീവിതം. അത് വലിയ ദുരന്തങ്ങളിലേക്ക് എത്തപ്പെടും പ്രിയ സഹോദരങ്ങളെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെയോ എന്തെങ്കിലും സംഭവിച്ചാൽ എണ്ണയുടെ വരവ് ഇങ്ങോട്ട് നിൽക്കും. കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വരും. ഒറ്റയാഴ്ച കൊണ്ടല്ല, ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പെട്രോൾ പമ്പിലുള്ള പെട്രോൾ ഡീസൽ ഡിസപ്പിയർ ആകും, അപ്രത്യക്ഷമാകും. പിന്നീട് ഇങ്ങോട്ട് പിന്നീട് ഒരിക്കലും വരികയില്ല. എണ്ണ ഉൽപ്പാദനങ്ങൾ നിന്നുപോകും. പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമായാൽ ഭക്ഷണ സാധനങ്ങൾ മാർക്കറ്റുകൾ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകും. ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുമ്പോഴേ ഈ വചനത്തിൻ്റെ നിഗൂഢാർത്ഥങ്ങളുടെ വ്യാഖ്യാന തലങ്ങൾ നിങ്ങൾ ഗ്രഹിച്ച് അയ്യോ ഇതൊക്കെ സംഭവിക്കുകയാണല്ലോ, ഇതൊക്കെ കേട്ടിരുന്നത് ശരിയാണല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈശോയെ രക്ഷിക്കണം പറഞ്ഞു ഓടിയാൽ കേൾക്കുന്ന ഒരു ദൈവമല്ല യേശു ക്രിസ്തു. ഇതിനാണ് ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുവാനാണ് ഈ സംഭവങ്ങൾക്ക് മുമ്പേ ഇത്തരം ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നു. നിങ്ങൾ അങ്ങനെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇതിനെ സ്വാംശീകരിച്ചാൽ രക്ഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. കാരണം സഭ നമുക്ക് ഓടിച്ചെല്ലാൻ ധ്യാന സെൻ്ററുകളോ, ഓടിച്ചെല്ലാൻ ദേവാലയങ്ങളോ, ഓടിച്ചെല്ലാൻ വൈദികരോ, കണ്ടുമുട്ടാൻ വൈദികരോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് ലോകം മാറും. അങ്ങോട്ട് പോകും നമ്മൾ. അപ്പോൾ നമ്മൾ ആരെ വിളിക്കും, ആരെ ആശ്രയിക്കും? ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി വെക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പടികളിൽ അതിൻ്റെ കൊമ്പ് ഇളതായി ഇസ്രായേൽ ജനം എന്ന് പ്രാർത്ഥിക്കാൻ ശിരസ് നമിച്ചോ എന്നവരെ ദേവാലയത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും, ലോകത്തിലെ മുഴുവൻ ഇസ്രായേൽ ജനങ്ങളും എന്ന് ശിരസ് നിലത്ത് സമർപ്പിച്ച് കുമ്പിടുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കുമ്പിട്ടോ അന്ന് ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടും പ്രിയപ്പെട്ടവരെ. ഓർത്തുകൊണ്ട് അത് സക്രിയാപ്രേന്റെ പുസ്തകത്തിന് മുന്നിൽ സമയങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തെത്തിയ സാഹചര്യം മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും തീക്ഷ്ണതയോടെ പറയുന്നത്. അതുകൊണ്ട് വെളിപാട് 22:14 വീണ്ടും നിങ്ങൾ ഓർക്കണമേ. ജീവന്റെ വൃക്ഷത്തിലെ വാസ് ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴിവിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ കണ്ണും കാതും മെയ്യും ശരീരവും മൂക്കും നാക്കും ഉപയോഗിച്ച് ഇന്ന് ആധുനിക ലോകത്തിലെ ഒരു ചെളിക്കുഴിയിലേക്കും പോയക്കരുതേ, വിട്ടോടിക്കൊള്ളണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുരക്തം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം നിങ്ങളുടെ അതരത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ അതരങ്ങളിൽ കേൾക്കുമാറാകട്ടെ. നിങ്ങൾ ഇറങ്ങുമ്പോഴും പോകുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ ശക്തിയുടെ കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടുവാൻ കർത്താവെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം പ്രിയപ്പെട്ടവരെ. ഇനി പോകുന്നയാൾ, വാഹനത്തിൽ പോകുന്നയാൾ തിരിച്ചു വരാൻ പറ്റാത്ത വിധമായി പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്കുകൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ പെട്ടെന്ന് ഭൂമിയിൽ സംഭവിച്ചേക്കാം. പോയ ആൾക്കോ പോയ വ്യക്തിക്കോ തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കൂടെ ലോകം കടന്നു പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവേ യേശുവേ കരുണയായിരിക്കണമേ. അപ്പാ, സ്വർഗീയ അപ്പ കാത്തുകൊള്ളണമേ. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ ഞാൻ പുറത്തേക്ക് പോകുന്നു, ഞാൻ ഇന്ന വേല ചെയ്യാൻ പോകുന്നു, ഇന്നത് പറയാനും പ്രാർത്ഥിക്കാനും പോകുന്നു. കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവകയെ പരിശാപനം നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയെ പരിശാപനം നിറയ്ക്കണമേ. കേരള സഭയും ഭാരത സഭയും ആഗോള സഭയും പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണമായ ജ്വലനത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇത്തരം ക്ലാസ്സുകൾ സഭയിൽ കൊടുക്കുവാൻ, ഇത്തരം ക്ലാസ് കൊടുത്ത് സഭയെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എളിയദാസനെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സവിക്കുന്ന ഓരോ മക്കളെയും സർവശക്തനായ യേശുനാഥൻ പരിശുദ്ധാത്മാവിൻ്റെ
കുടക്കീഴിൽ അണിനിരത്തുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവായ സമൃദ്ധവാൻ ഇരിക്കട്ടെ. അമേൻ.